ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിംഗ് എന്ന് പറയുന്ന ഒരു കളക്റ്റീവായിട്ടുള്ള റീഡിംഗ് ആണ്. എന്തൊക്കെ മെസ്സേജസ് ആണ് യൂണിവേഴ്സിൻ്റെ അടുക്കൽ നിന്നും നിങ്ങളിപ്പോൾ കേൾക്കേണ്ടത്? മേജറായിട്ട് നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കാൻ അല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങൾ വിത്തിൻ ദി നിയർ ഫ്യൂച്ചറിനുള്ളിൽ അങ്ങനത്തെ കാര്യങ്ങളാണ് നോക്കുന്നത്. അപ്പോൾ മെഡിറ്റേഷൻ്റെ ബൈറ്റൊക്കെ കണ്ടിട്ട് ഓടി വരിക. ഫസ്റ്റ് എല്ലാം എടുത്തിട്ട് പറയാം, അതായിരിക്കും നിങ്ങൾക്കും ബെറ്റർ. അടിച്ചു കളഞ്ഞ് പോയിന്റ് മാത്രം കേട്ടാൽ പോരെ. യെസ്, ബോട്ടം ഓഫ് ദി ഡെക്ക് ഈസ് 5 of Wands ആണ്. നിങ്ങൾക്ക് ഈ ഒരു മെസ്സേജിലൂടെ കേൾക്കാനുള്ള ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ആഗ്രഹിച്ചിട്ടുള്ള ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോവുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ച പോലെയുള്ള നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ പ്രതീക്ഷിച്ചതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം, നിങ്ങൾ ആഗ്രഹിച്ചതുപോലെയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾക്ക് കടന്നു വരാൻ പോവുകയാണ്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് ഒന്നാവുക, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തിയുമായിട്ട് ഒന്നിച്ചുള്ള ഒരു ലൈഫ് ഒരുപാട് നാളായിട്ട് നിങ്ങൾ സ്വപ്നം കാണുന്നതായിരിക്കും. നിങ്ങളായിരിക്കും, ആ വ്യക്തിയും കൂടിയായിരിക്കും. ഒരുപാട് തവണ അത് സ്വപ്നം കാണുന്നുണ്ട്, അതിനുവേണ്ടി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്, വളരെയധികം അത് വിഷ്വലൈസ് ചെയ്യുന്നതായിട്ട്, അല്ലെങ്കിൽ വളരെയധികം തവണ അത് വിഷ്വലൈസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് അത്രയ്ക്കും നിങ്ങളുടെ ലൈഫിൽ അത് നടക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് നിങ്ങളതെല്ലാം ആഗ്രഹിച്ച് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ച് വാങ്ങുന്ന ഒരു സ്വപ്നമായിട്ടാണ് എനിക്ക് കാണുന്നത്. അതായത് നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങളത് സ്വന്തമാക്കാൻ പോവുകയാണ് ഗൈസ്. നിങ്ങൾ ആഗ്രഹിച്ച പോലെയുള്ള നിങ്ങളുടെ ജീവിതം നിങ്ങൾ വിഷ്വലൈസ് ചെയ്ത് നിങ്ങൾ സ്വന്തമാക്കി എടുക്കാൻ പോവുകയാണ്. ഏതൊരു സമയത്തും അല്ലെങ്കിൽ ഏത് നിമിഷവും നിങ്ങൾക്ക് സംഭവിക്കുന്ന പല കാര്യങ്ങൾ, നിങ്ങൾ ലൈഫിൽ ഒരു വിഷമഘട്ടം വരുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിൽ ഒരു വിഷമിക്കുന്ന ഒരു സ്റ്റേജ് വരുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യുക? നിങ്ങളപ്പോൾ ആരെങ്കിലുമൊക്കെ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണും. അങ്ങനെയൊക്കെയുള്ളൊരു നിങ്ങളുടെ മൈൻഡ് മറയ്ക്കാൻ നോക്കുന്ന രീതിയിൽ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യും. അല്ലെങ്കിൽ ഒരാളുടെ മുമ്പിൽ അത് എക്സ്പ്രസ് ചെയ്യരുതെന്നല്ലോ എന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ നിങ്ങളുടെ മൈൻഡ് മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷേ ഇപ്പോൾ വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നടന്നിട്ടുണ്ട്, ഒരുപാട് വിഷമസന്ധികൾ നടന്നിട്ടുണ്ട്. അതിലൂടെയെല്ലാം ഇങ്ങനെ കവർ ചെയ്ത് പോകാമെന്ന് ആലോചിച്ച് സങ്കടപ്പെട്ട് നടന്നിരുന്ന വ്യക്തികളാണ്. പക്ഷേ ഉടനെ തന്നെയുള്ള നിങ്ങളുടെ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്നതായിട്ട് കാണും. നിങ്ങൾ ദൈവത്തിൻ്റെ കയ്യിലെല്ലാം വാരിക്കൂട്ടി നിങ്ങൾ മുന്നോട്ട് പോകാൻ കുറേ കാര്യങ്ങൾ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. അനുഭവിച്ച് നിങ്ങൾ ആ സിറ്റുവേഷൻ, അതിൻ്റെ പീക്ക് ലെവൽ വരെ നിങ്ങൾ എത്തി നിൽക്കുകയാണ്. എങ്ങനെയെങ്കിലും അത് മാറ്റിയെടുക്കണം, എങ്ങനെയെങ്കിലും അത് ഓക്കെ ആക്കി എടുക്കണമെന്നൊക്കെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ ലൈഫിനെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. എങ്ങനെയത് നേരിടാം, എങ്ങനെയത് മാറ്റിയെടുക്കാം. നിങ്ങൾ തന്നെ നിങ്ങളുടെ കൈകൾ കെട്ടിവെച്ചിരിക്കുന്ന ഒരവസ്ഥ, ഒരു വികാരവും ഇല്ലാതെ, അല്ലെങ്കിൽ ഒരു ചത്തൊരു ശവം കെട്ടിവെച്ച പോലെയാണ് നിങ്ങളിരിക്കുന്നത്. കാരണം നിങ്ങൾക്ക് ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നില്ല, എല്ലാവരുടെ കയ്യിൽ നിന്ന് അവഗണന, പിന്നെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നേടാൻ പറ്റുന്നില്ല. അങ്ങനത്തെ പ്രശ്നങ്ങളിലൂടെയൊക്കെ നിങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു വേർപാടും കൂടി നിങ്ങളെ വളരെയധികം വിഷമിപ്പിക്കുന്നത്. ആക്ച്വലി ആ ഒരു കാര്യം തന്നെയാണ് നിങ്ങളെ പിടിച്ച് കുലുക്കിയിട്ടുള്ളതും, നിങ്ങളുടെ മനസ്സിനെ പിടിച്ച് വളരെ വ്യക്തമായിട്ട് ഒന്നുമല്ലാതാക്കി മാറ്റുന്നത്. അപ്പോൾ നിങ്ങളുടെ മനസ്സിൽ തന്നെ ഒരുപാട് കോൺഫ്ലിക്ട്സുകൾ നടക്കുന്നുണ്ട്. എങ്ങനെയാണ് ഇനി മുന്നോട്ട്, ഫിനാൻസിൻ്റെ കാര്യം എങ്ങനെയാണ് നല്ല രീതിയിൽ ജീവിക്കുക എന്നൊക്കെ.
ആ ഒരു സമയത്താണ് നിങ്ങളുടെ ഒരു റിയൂണിയൻ എന്ന് പറയുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, ഒരിക്കൽ നിങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോയ വ്യക്തി, ഇനി ഒരിക്കലും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരില്ല എന്ന് നിങ്ങൾ വിചാരിച്ച വ്യക്തി നിങ്ങളുടെ ലൈഫിലേക്ക് തിരിച്ചു വരുന്നു. ഒരു 80% ആളുകൾക്കും അതാണ്. ബാക്കി കുറച്ച് പേർക്ക് ഒരു 20% ആളുകൾക്കും വരുന്നത് ന്യൂ പേഴ്സണാണ്. നിങ്ങൾ മറ്റൊരു പേഴ്സണിന് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നതെങ്കിൽ ഒരു ന്യൂ പേഴ്സൺ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുന്നു. അതായത് നിങ്ങൾ ഇത്രയും കാലം അനുഭവിച്ച ആ ഒരു വിഷമഘട്ടങ്ങൾക്കൊക്കെ ഒരു തടയിട്ടുകൊണ്ട് അവരുടെ സാന്നിധ്യം നിങ്ങളെ വളരെയധികം സന്തോഷവാനാക്കുന്നു, അല്ലെങ്കിൽ അവരുടെ സാന്നിധ്യം നിങ്ങളെ വളരെയധികം ഹാപ്പി ആക്കുന്നതായിട്ട് കാണുന്നു. ഒരിക്കലും ഇനി സങ്കടപ്പെടില്ല എന്ന് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഉറപ്പിക്കുന്നു. കാരണം നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ഒപ്പം നിൽക്കാൻ പറ്റുന്ന ഒരു വലിയ സന്തോഷകരമായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ ഹാപ്പി ആക്കാൻ പറ്റുന്ന ഒരു വ്യക്തി തന്നെയാണ് ഈ വ്യക്തി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ജീവിതം വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്ന തന്നെയാണ് കാണുന്നത്. എന്തൊക്കെ കാര്യങ്ങൾ വന്നാലും അതിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്ത് തന്നെ നിങ്ങൾ പോകും. ഇനി നമുക്ക് ഒറാക്കിൾ കാർഡ്സ് നോക്കാം, എന്തൊക്കെയാണ് നിങ്ങളുടെ റിയൂണിയനെ പറ്റിയിട്ട് ഒറാക്കിൾ കാർഡ്സ് പറയുന്നത്. കണ്ടോ, ബിഗ് ഹാപ്പി ചേഞ്ചസ്, ബിഗ് ഹാപ്പി ചേഞ്ചസ് ആണ്. ചെറിയ കാര്യങ്ങളൊന്നുമല്ല നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കാൻ പോകുന്നത്, വലിയ വലിയ ഹാപ്പി ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ ഇനി സംഭവിക്കാൻ പോകുന്നത്. അത് നിങ്ങളുടെ ലൈഫിനെ മാറ്റിമറിക്കുന്ന ചില കാര്യങ്ങൾ തന്നെയാണ്. നിങ്ങളെ അത്രയ്ക്കും ഇഷ്ടപ്പെടുന്ന ചില ആളുകൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചിലർ വേണ്ട, ഒന്നും വേണ്ട, എനിക്കൊരു പ്രാവശ്യം പണി കിട്ടിയതാണ്, ഇനിയൊന്നും വേണ്ട എന്ന് പറഞ്ഞിരിക്കുന്നവരുണ്ട്. അത് അവരുടെ ഇഷ്ടമാണ്. അത് നിങ്ങൾക്ക് ഓരോരുത്തർക്ക് കിട്ടിയിട്ടുള്ള ടോക്സിക് ആയിട്ടുള്ള പണികൾക്കനുസരിച്ചിട്ടാണ് ഓരോരുത്തർക്ക് നെക്സ്റ്റ് തീരുമാനം എടുക്കുക. ഇനി എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒന്നും വേണ്ട, അത് നമുക്ക് തിരുത്താൻ പറ്റില്ല. ആഗ്രഹമുള്ളവർ കണ്ടിന്യൂ ചെയ്യുക. ഇനി എനിക്ക് വേറൊരു ലൈഫ് വേണ്ട എന്നുള്ളവർ അങ്ങനെ തന്നെ ഇട്ടേക്കുക. കാരണം അത് നോക്കണ്ട. കാരണം കുറേ പേർക്ക് അങ്ങനെ മൈൻഡുള്ളവരുണ്ട്. അതാണ് അങ്ങനെ ഒരു കാർഡ് വരുന്നത്. ആൻഡ് ഇത് കണ്ടിന്യൂ ചെയ്ത് പോവുകയാണെങ്കിൽ സിറ്റുവേഷൻ വിൽ ഇമ്പ്രൂവ്. ഇപ്പോൾ നിങ്ങൾ നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്ന് ഇമ്പ്രൂവ് ആയിട്ട് നോ പറഞ്ഞവർക്കും യെസ് പറഞ്ഞവർക്കും, അതായത് ഇപ്പോൾ നിൽക്കുന്ന സിറ്റുവേഷൻ ഇമ്പ്രൂവ് ആയിട്ട് നിങ്ങൾ നല്ലൊരു സ്റ്റേജിലേക്ക് കടന്നു വരാൻ പോവുകയാണ്. ആ ഒരു സ്റ്റേജിൽ നിങ്ങൾ എത്തുമ്പോൾ ഒരു ഹാപ്പി മൊമെൻ്റ് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ പോകുന്നത്. നിങ്ങൾ ഹാപ്പി ആയിട്ടായിരിക്കും ഇരിക്കാൻ പോകുന്നത്. അപ്പോൾ ഏതൊരു സാഹചര്യം വന്നാലും ഏതൊരു കാര്യം വന്നാലും നിങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കാൻ ശ്രമിക്കുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക എന്ന് എനിക്ക് പറയാനുള്ളൂ. ആൻഡ് നോ നീഡ് ടു വറി. ഇതാണ് ഇനി പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാരണവശാലും ടെൻഷൻ അടിക്കരുത്, വിഷമിക്കരുത്. എന്ത് സിറ്റുവേഷൻ വന്നാലും പോസിറ്റീവായിട്ട് നേരിടുക, പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങുക. ഏതൊക്കെ കാര്യങ്ങൾ വന്നാലും ധൈര്യമായിട്ട് നേരിടുക. ഒന്നിനെ പകച്ചോ അല്ലെങ്കിൽ അയ്യോ എന്തുണ്ടാവും, എന്തൊക്കെ സംഭവിക്കും എന്നൊന്നും ആലോചിച്ച് നിൽക്കരുത്. ചില കാര്യങ്ങൾക്ക് നിങ്ങൾക്ക് ഇൻഫർമേഷൻ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ഗെറ്റ് മോർ ഇൻഫർമേഷൻ. കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾക്ക് തേടുക എന്നാണ് പറയുന്നത്. എവിടെ നിന്നാണോ ഇൻഫർമേഷൻ കൂടുതൽ കിട്ടുന്നത് ആ സ്ഥലത്തേക്ക് നിങ്ങൾ കൂടുതൽ തേടുക. അല്ലെങ്കിൽ ഏതൊക്കെ കാര്യങ്ങളാണ് കൂടുതൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് പോവേണ്ടത് എന്നുള്ള രീതിയിൽ നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുക. അതിനനുസരിച്ച് ഇൻഫർമേഷൻസ് തേടുക. ഇനി ലാസ്റ്റ് ഇതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ പെർഫെക്റ്റാണ്, യു ആർ റെഡി എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് എന്താണോ കാര്യം ആ കാര്യത്തിലേക്ക് പോകാനായിട്ട് നിങ്ങളിപ്പോൾ റെഡിയാണ്. ഈ നിമിഷം നിങ്ങൾ ഓക്കെ ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി നിങ്ങൾ ധൈര്യമായിട്ട് എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ, ധൈര്യമായിട്ട് എന്തൊക്കെ വേണമെങ്കിൽ കാണിച്ചോളൂ. ഹാപ്പി ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ചില സംഭവങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അങ്ങനെയാണ്. കുറച്ച് ലേറ്റ് ആയാലും ലേറ്റ് ആകാനും ലേറ്റസ്റ്റ് ആയിട്ട് വരും എന്നൊക്കെ പറയില്ലേ നമ്മുടെ രജനീകാന്തിൻ്റെ ഡയലോഗ്. ആ ഒരു ഇതൊക്കെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എത്ര വിഷമിച്ചാലും അറ്റ് ലാസ്റ്റ് ടൈം നിങ്ങൾക്ക് ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ഒരു മൊമെൻറ്റ് തന്നെ ആസ്വദിക്കാൻ പറ്റുമെന്നാണ് കാണുന്നത്. എത്ര കാര്യങ്ങൾ നിങ്ങൾ ശ്രമിച്ചാലും അതിനനുസരിച്ചിട്ടുള്ള നല്ല നല്ല സമയങ്ങൾ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരുമെന്ന് തന്നെയാണ് കാണുന്നത്. ഒരു കാരണവശാലും വിഷമിക്കരുത്, മുന്നോട്ട് പോസിറ്റീവായിട്ട് നീങ്ങുക. ആൻഡ്
ഇതാണ് നമ്മുടെ ഇന്നത്തെ റീഡിങ്. നമ്മുടെ 3 ചാനൽ സബ് ചെയ്യാത്തവർ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, സബ് ചെയ്ത് 6, 7, 8 മണിക്കാണ് നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. സമയങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോ ആയിട്ട് വരാം. ഇതിൽ പോസിറ്റീവായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ലൈഫിലേക്ക് അട്രാക്ട് ചെയ്യുന്നു എന്ന് കമൻറ്റ് ചെയ്യുക. അടുത്തൊരു കിടിലൻ വീഡിയോ ആയിട്ട് കാണാം. നിങ്ങളുടെ വ്യക്തിയുടെയും പേര് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ, ഹാവ് എ നൈസ് ഡേ, ബൈ.